CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. കേച്ചേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും ഭഗവതിക്ക് ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും കവർന്നു. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയേനി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേച്ചേരി ആളൂർ റോഡിലുള്ള പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയേനി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്ത് പണം കവർന്നു. കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തുള്ള അലമാരയിൽ സൂക്ഷിച്ച പണവും മോഷണം പോയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓഫീസിന്റെ വാതിലും അലമാരയും ഭണ്ഡാരങ്ങളുടെ പൂട്ടും കമ്പിപ്പാര പോലെയുള്ള ആയുധം ഉപയോഗിച്ച് തിക്കിയാണ് തുറന്നിട്ടുള്ളത്. ചൊവ്വാഴ്ച പുലർച്ചെ പൂജാകർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി പുത്തില്ലത്ത് വാസുദേവൻ എമ്പ്രാന്തിരിയും ക്ലർക്ക് രാജനും വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ക്ഷേത്രഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ക്ഷേത്രസമിതി പ്രസിഡന്റ് പി മണികണ്ഠൻ സ്ഥലത്തെത്തി പോലീസിൽ വിവരമറിയിച്ചു. രാവിലെ 5:30 മേൽശാന്തി വന്നപ്പോഴാണ് തുറക്കാൻ നോക്കിയപ്പോഴാണ് വാതിലിൻ്റെ മുകളിൽ ഇങ്ങനെ പൂട്ടിട്ടപ്പോൾ പ്രശ്നങ്ങൾ തോന്നി. നേരെ പടിഞ്ഞാറ് നടക്കിൽ പോയപ്പോഴാണത് തുറന്നിറക്കണ കണ്ടു. പിന്നെ ക്ഷേത്രം ക്ലർക്കും പിന്നെ ഞാനും നോക്കിയപ്പോഴാണ് വാതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്നത്, ഭണ്ഡാരങ്ങൾ പൊളിച്ചിട്ട നിലയിലും കണ്ടത്. ശേഷം സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്? 2 ഭണ്ഡാരം കുത്തി പൊളിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 8,000 റുപ്യോളം പോയിണ്ടാവും. പിന്നെ ദേവിയുടെ ഒരു മുഖപ്പുണ്ട് വെള്ളി കൊണ്ട് തീർത്തിട്ടുള്ളത്. അത് ഏകദേശം 40,000 റുപ്യോളം വിലയുണ്ട് അതിന്. പിന്നെ ഇന്നലത്തെ ഒരു ക്യാഷ് 4,800 റുപ്യ ക്യാഷുണ്ട്. പിന്നെ ഒരു 5,000 റുപ്യ കോയിനായിട്ട് പറയ്ക്കേണ്ട ആവശ്യം വെച്ചിട്ടുള്ളതാണ് അത് മറ്റേ കോയിൻ. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധൻ KP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡിലെ സെന എന്ന പട്ടിയും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഷീറ്റ് ഇളക്കി മാറ്റിയാണ് മോഷണ സംഘം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് എന്നാണ് കരുതുന്നത്. മോഷണത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിൽ തുറന്നാണ് സംഘം മടങ്ങിയിട്ടുള്ളത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു.